കടം അപകടമല്ല. നമ്മുടെ ദേശീയ വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കടമെടുക്കുന്നത് എങ്ങനെ ചെലവാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ കടമൊന്നും കടമല്ല. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത്. ഈ വാദം ബാലിശമാണെന്ന് തോമസ് ഐസക്. കിഫ്ബിയിൽ കടം എടുത്തതിന് ഞാനാണ് ഉത്തരവാദി. ഐ ആം പ്രൗഡ് ഓഫ് മീ. കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആന്റണി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഡോളറായി വായ്പ എടുക്കുമ്പോൾ പലിശ നിരക്ക് കൂടുമെന്നും അതുകൊണ്ടാണ് മസാല ബോണ്ട് കൊണ്ടുവന്നത്, രൂപയുടെ അടിസ്ഥാനത്തിലാണ് വായ്പയെന്നും അദ്ദേഹം അറിയിച്ചു. കണക്കെടുത്താലേ കേരളത്തിന്റെ കടം 3% വായ്പ എടുക്കാൻ പാടുള്ളൂ പറഞ്ഞല്ലോ. അതായത് 2% വെച്ചെടുക്കട്ടുള്ളൂ. അത്രയും വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 5 വർഷം 6 വർഷമാകുമ്പോ ഇരട്ടിയാവുന്നു. ഇതാർക്കും പറയാവുന്ന കാര്യമാണ്. ഈ സർക്കാർ വരുന്നതിന് മുമ്പ് 1.7 ലക്ഷം കോടി രൂപയായി. അടുത്ത 5 വർഷം കൊണ്ട് 3.4 ലക്ഷം കോടിയായി. അടുത്ത സർക്കാർ വരുമ്പോൾ 6.8 ലക്ഷം കോടിയായി. ഇതാണ് കടത്തിന്റെ വർധനവിന്റെ തോത്. അതുകൊണ്ടൊരു അപകടവും. കാരണം നമ്മുടെ ദേശീയ വരുമാനവും കൂടിക്കൊണ്ടിരിക്കുക. ഒരു കുഞ്ഞിന്റെ തലയിൽ കൊണ്ടുപോയിട്ട് 10 കിലോ വെച്ചെടുത്ത കാര്യത്തൊടിഞ്ഞു പോകും. മൊത്തം മനുഷ്യ തലയിൽ പിന്തുച്ചാക്ക് താങ്ങുന്നു. അതുപോലെ നമ്മൾ കടമെടുക്കുന്നത് എങ്ങനെ ചെലവാക്കുന്നു, മുടക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ സമ്പദ്ഘടന വളർന്നു കഴിഞ്ഞാൽ ഈ കടഭാരം കടമല്ല. ഈ കടം കാണിച്ച് മനുഷ്യന്മാരെ പീഡിപ്പിക്കില്ല. ഇന്ത്യയിലെ 1 നമ്പർ പണക്കാരൻ അദാനിയൻ, അയാൾക്കല്ലേ ഏറ്റവും വലിയ കടമുള്ളൂ. അത് വിളിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കടത്തിന്റെ ദേശീയ വരുമാനത്തിന്റെ തോത് ഇപ്പൊ ശരാശരി 26-28, കേന്ദ്രത്തിന്റെ 60. അപ്പൊ ഇത് വളരെ ബാലിശമാണ്. ഈ വാദങ്ങൾ വെറുതെ മനുഷ്യന്മാരെ പേടിപ്പിച്ചു. അല്ല, അദ്ദേഹം പറഞ്ഞത് പ്രധാനമായും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് അതിലൂന്നിയാണ് അദ്ദേഹം പറഞ്ഞത്. കിഫ്ബി അതിന്റെ കൂടുതൽ വായ്പ എടുത്തു, കൂടുതൽ പലിശയ്ക്ക് വായ്പ എടുത്തു. 9.7 എന്നൊരു കണക്ക് അദ്ദേഹം പറഞ്ഞു. അതിന് ഉത്തരവാദി അങ്ങാണെന്നാണ് കുട്ടിയോട് പറഞ്ഞത്. ഞാൻ തന്നെയാണ് ഉത്തരവാദി. ആർക്ക് തർക്കം ഞാൻ തന്നെ. അതിൽ കുറച്ച് വായ്പ എടുക്കാണ്ടായി. ഐ എം പ്രൗഡ് ഓഫ്. ഇത്രയും സംസാരിച്ചിട്ട് ശിവൻ ആന്റോയ്ക്ക് ഈ കിഫ്ബി മുഴുവൻ തെറ്റാണെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൽ 7000 കോടിയുള്ള റോഡും പാലും ഒക്കെ പണിയാൻ വേറെ എന്ത് വിദ്യ എന്ന് പറഞ്ഞിരുന്നു? അങ്ങനെയില്ല. അപ്പോ ബഹുമാനപ്പെട്ട MP ചിന്തിക്കുന്നത് നമുക്ക് ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ ധൃതിയേ ഉള്ളൂ. എന്തിനാ എത്ര ധൃതി? ഇത്ര വേഗത്തിൽ പോകും, ഇത്രയൊക്കെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെന്ന് അതിൽ കുറച്ച് വായ്പ കിട്ടില്ലായിരുന്നു അദ്ദേഹം ചോദിച്ചു. വരാം. ഇതില് ഞാൻ ഈ പോട്ടെ. അപ്പോ ഈ നടന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു പരിപാടിയില്ല. നിങ്ങൾ പറയട്ടെ, ഇനിയും പറയാം. അത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുക. കിഫ്ബി ഇല്ല, ഈ മലയോഹരില് ഇവിടത്തെ പാലങ്ങൾ ഒക്കെ ചേർത്ത് എന്താ പറ്റി അതൊന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ പെട്രോയ്ക്ക് വേണ്ടി 1.5% വായ്പ എടുത്തപ്പോ നിങ്ങളെങ്ങനെ 9% വായ്പ എടുത്തു? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുന്നു. അതെ, ഡോളർ വായ്പയാണ്. 18 രൂപക്ക് നമ്മൾ അന്ന് വായ്പ എടുത്തിരുന്നെങ്കിൽ 90-ൽ ഒരു ഡോളർ 18 രൂപയായിരുന്നു. അത് ഇന്ന് തിരിച്ചടക്കണം, ഡോളർ അടക്കണം. 82 രൂപ കൊടുക്കണം, എണ്ണി കൊടുക്കണം ഒരു ഡോളറിന്. അതിനാണ് രൂപയുടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഫാക്ടറിങ് ചെയ്യണ്ടേ? അതേസമയത്ത് മസാല ബോണ്ട് റുപ്പി വായ്പയാണ്, രൂപയിലാണ് കണക്കൂട്ടുന്നത്, രൂപയിലെ തിരിച്ചു കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഡിപ്രിസിയേഷൻ, ഈ ഹെഡ്ജിങ് വേണ്ട. അപ്പൊ അത് 1.25 കൊടുക്കുന്നു, ഇതെന്താ 9? ഈ ഡിപ്രിസിയേഷൻ കണക്കാക്കില്ല. ഇത് മേടിച്ച കാലത്ത് കൊടുക്കുന്ന വായ്പയുടെ രൂപയിൽ ഇരട്ടി തുക കൊടുത്താലേ കടം വീടത്ത് വന്നു. നമ്മൾ അന്ന് എടുത്തപ്പോ എത്രയാ? ഡോളറിന് 60-65 ആയിരുന്നു. 82 ആയി. 82 വെച്ച് കൊടുക്കണം, പലിശ മാറും.
എന്നിട്ട് ഇത് മറച്ചു വെച്ചിട്ട് നമ്മളൊരു നാട്ടിലൊക്കെ പ്രസംഗിക്കാറുണ്ട്, നമ്മളെല്ലാം കൂടി ജീവിക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. സോ ഇന്ന് ഈ 9 രൂപ കൂടിപ്പോയി, ശതമാനം കൂടിപ്പോയി. രണ്ട് കാര്യം. ഒന്ന്, മസാല ബോണ്ടിൽ ഇന്ത്യയിലെ മറ്റുള്ളവർ എടുത്തത് ഈ റേറ്റ്. കിഫ്ബി ഇന്ത്യയിൽ ബോണ്ട് എടുക്കുന്നതിന് കറക്റ്റ് പണം പറയും ഏതാണ്ട് ഈ റേറ്റ് തന്നെ പിന്നീട് കുറഞ്ഞു, അന്ന് കുറഞ്ഞിട്ടില്ല. ആ കുറയാൻ വേണ്ടി കാത്തിരുന്നൂടെ? ഈ മസാല ബോണ്ട് എടുക്കുന്നത് ആർക്കും എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഒരുപാട് കടമ്പകളുണ്ട്, റേറ്റിംഗ് കമ്പനികൾ, അത് ഇത്. എന്തിനാ പോയി എടുത്ത് ഞാൻ പറയാം. ഞാൻ എടുക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം. 2000 കോടി ഇവിടെ നിൽക്കാവുന്നതാണ്. ഇന്ത്യയിലെ മണി മാർക്കറ്റിലെ നമ്മൾ അനൗൺസ് ചെയ്യുന്നു, ഇതേ ഒരു കമ്പനി വന്നിരിക്കുന്നു, ഫിനാൻഷ്യൽ കമ്പനി, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ലണ്ടൻ മണി മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ളത്. അത് തരുന്ന ക്രെഡിബിലിറ്റി ചെറുതല്ല. ആ ക്രെഡിബിലിറ്റി വെച്ചാ നാട്ടിൽ നിന്ന് വായ്പ എടുക്കണേ. ഇനി ഇത് കടക്കണിക്കുണ്ടോ? എങ്ങനെ ഉണ്ടോ? അതിനോ തന്നെ പറഞ്ഞില്ലേ, നമ്മുടെ മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും ആ സെസ്സുമാണ് കൊടുക്കുന്നത്. അത് കൊടുത്തുകൊണ്ട് നമ്മളെങ്ങനെ പടക്കണമെങ്കിലാവാം? അത് കൊടുത്താൽ മതിയെന്ന്. അതിന് തിരിച്ചടക്കാൻ പറ്റുന്ന അത്രയും തുകയ്ക്കുള്ള പ്രൊജക്ടുകളെ എടുത്തു. അതാണ് എന്നെ ഡയറക്ടർ ബോർഡ് നിർത്തിക്കുന്ന മാനദണ്ഡം. കടം തരുന്നവർ നോക്കുന്നു എത്രയാണ് അടുത്ത 25 വർഷം 30 വർഷം കിഫ്ബിക്ക് കിട്ടാൻ സാധ്യത സർക്കാരിൽ നിന്ന്. ആ സാധ്യത കൊടുത്തിട്ട് കണക്കെടുത്തിട്ട് അവർ വായ്പ നൽകത്തുള്ളൂ, ഒരു വായ്പ എടുക്കത്തുള്ളൂ. ഇതിന്റെ പേരാണ് അസറ്റ് ലയബിലിറ്റി മാച്ചിങ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ അസറ്റ് ഇങ്ങനെയുള്ള വരവുകളുടെ രേഖ ഉണ്ടാവും, ലയബിലിറ്റി ഓരോ പ്രൊജക്ട് എടുക്കുമ്പോഴും ലയബിലിറ്റി രേഖ മാറും. കോൺട്രാക്ടർ ഒരു കാലത്തിൽ ലയബിലിറ്റി അസറ്റിന് മുകളിൽ വരത്തില്ല, പിന്നെ എന്ത് കിടക്കണി? അപ്പൊ അതിന്റെ പറയുന്നു നിയമം ഉണ്ടാക്കിയതല്ലേ 3% എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ആ നിയമം നിങ്ങൾ മറികടക്കിയെന്ന് കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറികടക്കിയത് നമ്മുടെ നാടിന് ഇതൊക്കെ ചെയ്തിട്ട് അവര് നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നമുക്ക് നിയമവിരുദ്ധമല്ല, അതിന്റെ ലൂപ്പ് ഹോൾസ് നോക്കി നമ്മൾ ചെയ്യും. അതനുവദനീയ ലൂപ്പ് ഹോൾസ് വെച്ചിട്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറഞ്ഞ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ 2019-20 അവരുടെ സ്റ്റേറ്റ് ഓഫ് ദ ഫിനാൻസ് തെരഞ്ഞെടുത്ത സർക്കാരിന്റെ റിപ്പോർട്ടിൽ കേന്ദ്രം ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ് ഞങ്ങൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് 3 ലക്ഷം എന്നാണ്. അതിനു പുറമെ വേറൊരു 2 ലക്ഷം എടുത്ത് 5 ലക്ഷം അത് കേന്ദ്രത്തിന്റെ കടത്തിൽപ്പെടുത്തിയിട്ടില്ല. എന്നാൽ UDF CNDG കേന്ദ്ര BJP ഒരുമിച്ച് എന്ന് പറയുന്നു കേന്ദ്രം ചെയ്യാത്ത കാര്യം സംസ്ഥാനത്തിന് കണക്കിൽപ്പെടുത്തും. ആരോടാ കൂടുതൽ? ഈ നിയമത്തെ പറ്റി അധികം പറയുന്നില്ല. FRBM ഈ നിയമം കേന്ദ്രം എന്തെങ്കിലും പാലിച്ചു. സംസ്ഥാനത്തിന്റെ കടം പിടിച്ചു നിർത്താനല്ല നിയമം, കേന്ദ്രത്തിന്റെ ഉണ്ട്. ഇന്നേ വരെ കേന്ദ്രം 3% തിരുത്തിയിട്ടുണ്ടോ? കേന്ദ്രത്തിന്റെ ശരാശരി ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4%-ന് മുകളിലാണ്. ഒരിക്കൽ പോലും പാലിച്ചിട്ടില്ല. എന്നിട്ടാ സംസ്ഥാനത്തിന് നേരെ കുതിര കയറാൻ വരുന്നുള്ളൂ. സംസ്ഥാനങ്ങൾ മൊത്തത്തിലെടുത്താൽ പാലിച്ചിട്ടുണ്ട് 2.75% വരത്തുള്ളൂ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പൊ കേരളം പറയണേ ഞങ്ങൾ ഇതുവരെയും പശ്ചാത്തല സൗകര്യങ്ങളിൽ ഊന്നിയിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ വായ്പ ഓഫ് ബഡ്ജറ്റ് എടുത്തൊക്കെ ചെയ്യാൻ പോവുകയാണ്.